തൊഴിലാളികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പഴയന്നൂർ എളനാട് കർഷക തൊഴിലാളി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം CPIM ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം NB നാരായണൻകുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിജയൻ അധ്യക്ഷത വഹിച്ചു. K മാസീസ്, NE പരമേശ്വരൻ, N അമൽരാജ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു. K മോഹനൻ നന്ദിയും പറഞ്ഞു. നിരവധി തൊഴിലാളികൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. സംസ്ഥാനത്തൊട്ടാകെ ഇതുപോലുള്ള പഞ്ചായത്ത് ഓഫീസ് മാർച്ചും മെമ്മോറാണ്ടം സമർപ്പിക്കലും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ പഴയന്നൂർ പഞ്ചായത്ത് 2 മേഖലാ കമ്മിറ്റികൾ നേതൃത്വത്തിലാണ് നമ്മുടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സമരം നടത്തുന്നത്. ഈ സമരം നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ കർഷക തൊഴിലാളി യൂണിയൻ്റെ 2 മേഖലാ കമ്മിറ്റികളും പഞ്ചായത്തിൻ്റെ വിവിധ സങ്കേതങ്ങളിൽ കയറി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളൊരു നിവേദനം, ഒരു മെമ്മോറാണ്ടം ഇന്ന് പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ പഴയന്നൂർ പഞ്ചായത്തിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് തെരുവുകളൊന്നും കത്തുന്നില്ല. പല പ്രാവശ്യം പഞ്ചായത്തിൽ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഞങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിലൊക്കെ സമരം ചെയ്തതാണ്. കേരളത്തിലാകമാനം നേതൃത്വത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളുടെ പഞ്ചായത്തിലെ പട്ടികജാതി സങ്കേതങ്ങളും അതുപോലെ തന്നെ പട്ടികവർഗ സങ്കേതങ്ങളും സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നേരി കണ്ട് ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് UDF ഭരണത്തിൽ അധികാരത്തിൽ വന്ന് 2 വർഷം മുൻപെയാണ് നമ്മളെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 72 പട്ടികജാതി സങ്കേതങ്ങളും 3 പട്ടികവർഗ സങ്കേതങ്ങളുമാണുള്ളത്. നിർഭാഗ്യവശാൽ ഈ 4 വർഷക്കാലം ഈ പട്ടികജാതി കോളനികളിലും അതുപോലെ പട്ടികവർഗ കോളനികളിലും ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന UDF യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് കേരളത്തിൻ്റെ നേതൃത്വത്തിൽ ഈ സർവേയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിലാകമാനം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 4 വർഷക്കാലമായി UDF ഭരണം അധികാരത്തിൽ വന്നിട്ടുണ്ട്. നമ്മളുടെ പഞ്ചായത്തിൽ എന്ത് വികസനമാണ് ഈ UDF ഭരണസമിതി കൊണ്ടുവരുന്നത്? തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇന്ന് കേരള കർഷക സംഘത്തിൻ്റെ കർഷക തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും മാർച്ചുകൾ സംഘടിപ്പിച്ച് മെമ്മോറാണ്ടം സമർപ്പിക്കാൻ വേണ്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്കും പഴയന്നൂർ എളനാട് മേഖലയിലെ KSKറ്റിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ മാർച്ചിനകത്ത് കർഷക തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെടുന്നത് SC/ST കോളനികളിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക, കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായി
പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് UDF നേതൃത്വം കൊടുക്കുന്ന കുറുവ സംഘമാണ് ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ 4 വർഷക്കാലമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിലോ കർഷക തൊഴിലാളികൾക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടോ പുതിയ തൊഴിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു ഭരണസമിതിയല്ല ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്കും പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ പാവപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതുപോലുള്ള മാർച്ചും മെമ്മോറണ്ടം സമർപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനിച്ചതിന്റെ ഭാഗമായി കൊണ്ടാണ് എളനാട് പഴയന്നൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാർച്ചും ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പഴയന്നൂർ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശോഭനാ രാജൻ പറഞ്ഞ പോലെ തന്നെ ഈ പഞ്ചായത്ത് അധികാരമേറ്റ് 4.5 വർഷം പിന്നിടുമ്പോൾ ഒരു നേട്ടവും പറയാനില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും പുറകോട്ടിരിക്കുന്ന തെറ്റായ നയ സമീപനങ്ങളാണ് ഇവർ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ രാജ്യത്തെ എല്ലാ പാവപ്പെട്ടവർ താമസിക്കുന്ന സങ്കേതങ്ങളായാലും പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിലായാലും പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലായാലും അവിടെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഭീമമായ തുകയാണ് 2023-2024 ബഡ്ജറ്റിനകത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നീക്കിവെച്ചിട്ടുള്ളത്. പത്രം ചെയ്യുന്ന ആൾ കൂടിയാണ്. കാലത്ത് പത്രം ഇടാൻ പോകുമ്പോൾ ഒരാൾ കുട്ടി വിളിക്കും, അതേ ഈ വിളക്കൊന്ന് കത്തിക്കോ, ഇപ്പം ശരിയായി തരാന്നുകൊണ്ട് അവിടെ വരും. അവിടുന്ന് വന്ന് നേരെ പറക്കുളത്ത് എത്തുമ്പോൾ അവിടുന്ന് ഒരു 3-5 സ്ത്രീകൾ അവിടെ നിൽക്കാൻ എപ്പോഴാണ് പൈപ്പ് വെള്ളം വരിക. അത് കഴിഞ്ഞു നേരെ കുന്നത്തരം പിടിച്ചോട്ട് ഏതെങ്കിലും ചായ കുടിക്കുമ്പോൾ നമ്മളെ ആ റോഡൊക്കെ ഒന്ന് പഠിക്കുക. ഇങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മെമ്പർമാരായി പോകുന്നൊരവസ്ഥയിലാണ് ഞങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ് ആരും കാണാത്തൊരു വഴി കൂടെ പോകാതെ വിചാരിച്ചു കഴിഞ്ഞാൽ കാണാൻ അവരുടെ 5-10 സ്ത്രീകളുണ്ടാവും. അവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ പണി തരിക. എൻ്റെ പണി തൊഴിലുറപ്പ് പണി. തൊഴിലുറപ്പ് പണി എന്ന് പറയുമ്പോൾ നമ്മൾ 2 രൂപ വാങ്ങിക്കുന്നതല്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കേണ്ടത് തൊഴിലുറപ്പിൻ്റെ ബന്ധപ്പെട്ട ഓഫീസാണ്. അവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വെച്ച് പറയാൻ പറ്റില്ല. അതാണ് അവിടുത്തെ അവിടെ ആളും സാധിക്കാത്തൊരു സ്ഥിതിയാണ്. എന്തെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ പാലില്ലാത്ത മൂലിക്കുന്ന പ്രത്യേകിച്ച് ചോദിച്ച പോലെ ഒരു അന്തവും ബന്ധമില്ലാത്ത കുറവാണ് അവിടെ ഇരിക്കുന്നത്. ഈ പരാതിയൊക്കെ പരിഹരിക്കേണ്ടത് പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹവും നമ്മളെന്തെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ തലേ കൈവയ്ക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? പറയും, നിങ്ങൾ പറയും, ഞങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങളിവിടെ വലിയ സമരം കഴിഞ്ഞ് മെമ്മോറാണ്ടം തരാൻ പോവാണ്. അതിന്റെ രസീറ്റ് വേണം. കാണിച്ചോളൂ, സാധനത്തിൽ കാണിച്ചോളൂ. ഇനിയും ഒന്നുകൂടി ഉണ്ട്. വരൂ. ഇത് സാധനം കാണിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ ആവശ്യങ്ങൾ മാത്രത്തിൽ പറഞ്ഞിട്ട് അല്ലാണ്ട് പഞ്ചായത്ത് ആവശ്യം ഞങ്ങൾക്ക് എഴുതി തരാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊരു സാധനം കാണിക്കൊന്നും വേണ്ട. നിങ്ങൾ രസീറ്റുകൾ തരൂ. എവിടെ വിജയേട്ടാ? എവിടെ എടുക്കും? എവിടെ വിജയേട്ടൻ? ഇതാ ഒന്നുള്ളൂ. ആ വേണമെങ്കിൽ ഒന്ന് കാണിച്ചോളൂ. ഇതിപ്പോൾ നിങ്ങൾക്കൊരു ഇനി എവിടെ മുഴുവൻ അപേക്ഷകൾക്കും രസീറ്റ് വേണം. ഒന്ന് മോഹന്റെ പേരിൽ, ഇതൊന്ന് വിജയന്റെ പേരിൽ. കഴിയട്ടെ, ആദ്യത്തെ കഴിയട്ടെ.